എല്ലാ കൂട്ടുകാർക്കും മിനി സിറ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൈന ടൗൺ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എല്ലാവരും എന്നോടൊപ്പം പോകുന്നുള്ളൂ. നമുക്ക് ചൈന ടൗൺ കണ്ടിട്ട് വരാം. ആൾക്കാർ ടൂറിസ്റ്റുകൾ ധാരാളം അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് മിനി സിറ്റി വേൾഡ്. ഇന്ന് നമ്മൾ ചൈന ടൗണിലാണ് ഗൈസ്. ചൈന ടൗണിലെ വിശേഷങ്ങളാണ് എൻ്റെ കുട്ടിയോടും ചോദിക്കുന്നത്. ഇവിടുത്തെ നല്ല ബാഗുകളൊക്കെ സെല്ലിനിട്ടിട്ടുണ്ട്, തുണി കൊണ്ടുള്ള ബാഗുകൾ. നോക്കട്ടെ പ്രൈസ് എന്താണെന്ന്. സൂപ്പർ ചൈനീസ്. ഈ ഏരിയയിലെല്ലാം തന്നെ ചൈനീസ് കടകളാണ് കൂടുതലുള്ളത്. ചൈനീസിൻ്റെ മാതൃക നോക്കിയാൽ മുകളിലത്തെ ലൈറ്റിംഗ് ലാമ്പ് കണ്ടില്ലേ. ഇത് നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു പ്ലേസാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചൈനീസ് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ ചൈനീസ് ടൗൺ എന്ന് പറയുന്നത്. നമുക്ക് ചൈനീസ് ഫുഡുകൾ കഴിക്കാനും അതുപോലെ തന്നെ സ്റ്റോറുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് ചൈനീസ് ഫുഡാണ്. നല്ല സൂപ്പറുണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻ്റാണ്. ചൈനീസ് ഫുഡിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം. എല്ലാത്തരം ചൈനീസ് ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഈ ഒരു സൈഡ് മൊത്തം ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മൾ ചൈനീസ് വില്ലേജ് കവർ ചെയ്യാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയും ചൈനീസ്. നോ മാം, താങ്ക് യു. ദാറ്റ്സ് എ ബാഗിൻ്റെ ഇത്. Watches. Bags. Yes. What kind of bag is that? What kind of bag you want? Video, man. No. What do you want? Louis, Gucci, Chanel, Prada. What's the price for the Gucci? Gucci, here. But just say the price. That's it. Tell me the price first. What kind of? Your Prada? You have a zipper on? They have a zip? Yeah. Like a zip like this? Yeah, neighbor. Yeah. And the little wallet here, you know. Yeah. What color you want? No, I just want to know the price range. Let me see what's the price range you have. Any price? How much is this one? This one? It's 85. 85. Okay, this one here. So And the white show? what about the Gucci? This is Gucci? This is a Prada. Prada. It's a new one? Yeah, that's good. Very good. Yeah. That's good, like the crossbody. Oh, crossbody. Okay, Yeah. okay. You want that? I'm sorry. No, I'll be back. Let me just come around and come back to you, okay? Just because I need some. I'll be back. അങ്ങനെ ബാഗിൻ്റെ സെക്ഷൻ ആൾക്കാർ ഇവിടെ ഒന്ന് ചാച്ചനൊന്നും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വ്ലോഗ് എടുക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ബാഗുകളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബാഗുകൾ കിട്ടും ഗൈസ്. സൂപ്പറായിട്ട് ബാഗ് കിട്ടും. ഇത് നാച്ചുറലി ഇവിടെ കിട്ടുന്ന സാധനമാണ്. നമുക്ക് കണ്ട അവിടെ നിന്ന് സുവനീർ സാധനം വാങ്ങിക്കാൻ പറ്റും. കണ്ട ഇവിടെ ചൈനീസ് കടയിലെ എല്ലാ ബുദ്ധൻ്റെ ഇതുമൊക്കെ കിട്ടും കേട്ടോ. കീ ചെയിന് സുവനീറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ മൊത്തം ചൈന ടൗണിൻ്റെ നമ്മുടെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലൈറ്റ് സിസ്റ്റമാണ്. ഓക്കെ, നിങ്ങൾക്ക് ചൈന ടൗണിലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ന്യൂയോർക്കിലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വാച്ച്, ബാഗ് ഇതൊക്കെ ഇവിടെ സെല് ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര റഷാണ് കേട്ടോ. സ്ത്രീകൾ നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് ചൈന സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. വീക്കെൻഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷാണ് വീക്കെൻഡിൽ. നമുക്കിവിടെ ഗിഫ്റ്റ് ഷോപ്പ് നമുക്ക് റോഡ് ക്രോസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് മതിക്കുകയും ഉണ്ടാവും. ഇഷ്ടം പോലെ കടകളാണ് നടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് തരാം. നമുക്ക് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തരാം. അങ്ങോട്ട് വരണം. പിന്നെ ഒരു കാര്യമാണ്, സ്ട്രീറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ലൈറ്റ് നോക്കിയിട്ട് ക്രോസ് ചെയ്യാവൂ. കാരണം അത്രയ്ക്ക് തിരക്കാണ്. നോ, ഐ ക്യാൻ. ഞാൻ ലൈവായിട്ട് കൊടുക്കും. എനിക്കിനി വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കണമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് ചൈനയിലേക്ക് വരാം. ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ നല്ല ഭംഗി കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതെ നമ്മുടെ സൂനിയർ ഐറ്റംസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ചെറിയ പോക്കറ്റ് ബുക്ക് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എല്ലാം കടകളാണ്. ചൈനീസിൻ്റെ എല്ലാ ഐറ്റംസും
പിന്നെ ആൾക്കാർ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ കടയുടെ സൈഡിൽ കൂടെ ഒക്കെയാണ് കയറി പോകുന്നത് ഗൈസ്. ഇവിടെ ചില സ്ട്രീറ്റിൽ ഇത് കണ്ണാടി വാങ്ങിക്കാനുള്ള ഓപ്റ്റിക്കൽ ആട്ടോ, കണ്ണാടിയുടെ സ്റ്റോറാണ്. അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലൈനാണ് ആ കാണുന്നത്. അയ്യോ, മഴ പെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ചൈന ടൗൺ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ടീഷർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ട് എല്ലാ കടകളിലും. ഇവിടെ ബാഗും വാച്ചും ഇഷ്ടം പോലെ സെല് ചെയ്യുന്ന കടയാണ്. അവിടെ പോയി ഒന്നിട്ടിട്ട് പോയെന്ന് തോന്നണം. എനിക്കിവിടുത്തെ സ്ട്രീറ്റ് ഇഷ്ടം അറിയാമോ, ഈ ചൈന ടൗണിലെ ബലൂൺസും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവിടുത്തെ ലൈറ്റ്സ് വർക്ക് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രീറ്റിൽ രണ്ട് സൈഡിലും. ഇത് ചൈനീസ് കമ്മ്യൂണിറ്റി സെൻ്ററാണ്. അവർക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. വൃത്താകൃതിയായിട്ട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇടിച്ചു കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ പൊക്കണം, കാരണം അതുപോലെ ആൾക്കാർ ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ്. ചൈനീസ് മാത്രമല്ല കേട്ടോ, ഇവിടെ അങ്ങോട്ട് നോക്കി എത്ര രക്ഷ. ഇത്രയും തിരക്ക് ഇത്ര ഏറിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹലോ, ഈജി റെസ്റ്റോറൻറ്റ്, നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. വീക്കെൻഡിലാണ് ഇവിടെ ഏറ്റവും ഹൈ റഷ്, കാരണം എല്ലാവരും സ്കൂളും ഓഫീസും ഒക്കെ ഓഫായതുകൊണ്ട് ഷോപ്പിങ്ങും ഇതിനായിട്ടൊക്കെ ആൾക്കാർ ഇടിച്ചിറങ്ങുന്ന സ്ഥലമാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ നമുക്ക് എഫ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ബ്രോഡ്വേ സ്ട്രീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് നമുക്ക് വാക്ക് ചെയ്ത് ചൈന ടൗണിലെത്താൻ പറ്റും. ജ്വല്ലറി ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ നല്ല പ്രൈസിൽ കിട്ടും. ഇങ്ങോട്ട് വർഷമായിട്ട് വരാമല്ലേ. ഞാനിപ്പോൾ ഏത് സ്ട്രീറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനാൽ സ്ട്രീറ്റിലാണ്. കനാൽ സ്ട്രീറ്റിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു, അവിടം വരെ പോയി വെറുതെ ഇപ്പം നടക്കേണ്ട ആവശ്യമില്ല നമുക്ക്. Turn left onto Canal Street. തിരിച്ച് അങ്ങ് സൈഡ് ഇറങ്ങണം. എനിക്ക് വിശക്കണല്ലോ. ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ലൈനാട്ടോ. ചൈന ടൗണിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്.
പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ന്യൂയോർക്കിലെ സമ്മർ ടൈം ആയതുകൊണ്ട് നമുക്ക് വെറൈറ്റി വീഡിയോസുകളാണ് ഇനി മിനീസ് ലിറ്റിൽ വേൾഡിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ഇടുക. ന്യൂയോർക്കിലെ മറ്റെന്തെങ്കിലും പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് ന്യൂയോർക്കിൻ്റെ മിക്ക സ്പോട്ടും ഈ സമ്മറിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായിട്ടെത്താം. അപ്പോൾ ന്യൂയോർക്കിലെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ് യു. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ നല്ല കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ബൈ മൈ ഫ്രണ്ട്സ്. See you in my next video. Love you all.